അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര പോണ്ടിച്ചേരിയുടെ ഡെസ്റ്റിനേഷൻ മാപ്പിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ദ യൂണിവേഴ്സൽ ടൗൺഷിപ്പ് എന്നറിയപ്പെടുന്ന ഓറോവില്ലിലേക്കാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള കുറച്ച് ആളുകളുടെ അടുത്ത് ഓറോവില്ല് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം ഞങ്ങളൊന്ന് തിരക്കുന്നു. അപ്പോൾ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് നമുക്ക് ലഭിച്ചത്. ഒന്ന്, കൊള്ളാം, അവിടെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറയുന്നവരും, കുഴപ്പമില്ല, പറയുന്ന അത്രയൊന്നുമില്ല, കുറച്ച് ഓവർ ഹൈപ്പഡാന്ന് പറയുന്നവരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്താണ് ഓറോവിൽ എന്നതിനെ കുറിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ എല്ലാവരും ഓറോവിൽ കാണാൻ പോകുന്നതിന് മുമ്പ് അത് എന്താണ് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ നമുക്കുണ്ടാവണം. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കുമ്പോൾ അവരുടെ ചെറിയ കൺസെപ്റ്റുകളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കണം. മനുഷ്യൻ തൻ്റെ സാമൂഹിക ജീവിതത്തെ പല രീതിയിൽ വിഭജിച്ചെടുത്തിരിക്കുകയാണ്. ജാതി, മതം, രാഷ്ട്രം, ഭാഷ, പണം എന്ന് പല കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ തന്നെ ഡിവൈഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഭജനങ്ങളുടെ എല്ലാം അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഏത് മൂലയിൽ നിന്നുള്ള ആളുകൾക്കും ഒത്തൊരുമയോടും സമാധാനത്തോടും ജീവിക്കാൻ ഒരു നഗരം എന്ന ആശയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു എക്സ്പെരിമെൻ്റ് ടൗൺഷിപ്പ് എന്ന രീതിയിലാണ് ഓറോവിൽ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഓറോവിൽ ലോകത്തിലെ ഏറ്റവും യുണീക്ക് ടൗൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മെയിൻ റോഡിൽ നിന്ന് ഓറോവിൽ റോഡിലോട്ട് തിരിയുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ മൊത്തത്തിൽ കാണാനാവാത്ത ഒരു പച്ചപ്പ് നിറഞ്ഞ ഏരിയയിൽ കൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. വ്യത്യസ്തമായ കഫേകളും ഹോം സ്റ്റേകളും പിന്നെ ബൈക്കിൽ കറങ്ങി നടക്കുന്ന കുറേ ഫോറിനേഴ്സിനൊക്കെയാണ് നമുക്ക് കാണാനാവുക. ഇതാണ് ഓറോവിലിൻ്റെ എൻട്രൻസ് ഭാഗം. മൊത്തത്തിലൊരു ഹിപ്പി കൾച്ചർ തന്നെയാണ് നമുക്ക് ഈ പ്രദേശത്തോട്ട് കയറുമ്പോൾ ഫീൽ ചെയ്യാനാവുന്നത്. പിന്നെ സമയം ഒട്ടും കളയാണ്ട് തന്നെ ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. വെറും തരിശുഭൂമിയായി കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. ഓറോവിൽ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഈ രീതിയിലാക്കി എടുത്തത്. അപ്പോൾ ഓറോവില്ലിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് നോക്കിയാൽ, ഇന്ത്യൻ യോഗിയായ ശ്രീ ഓറോബിന്ദോയും ദ മദർ എന്ന് വിളിക്കുന്ന മിറ അൽഫാസ എന്ന ഫ്രഞ്ച് ആർട്ടിസ്റ്റും ചേർന്ന് മനുഷ്യ ഐക്യം, ആത്മീയ ഉന്നമനം, സുസ്ഥിരമായ ജീവിതം എന്ന കാര്യങ്ങൾ കൂട്ടിയിണക്കി ഇൻ്റഗ്രൽ യോഗ എന്നൊരു ഫിലോസഫി വികസിപ്പിച്ചെടുത്തു. ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ എന്ന രീതിയിലാണ് റോജർ ആങ്കർ എന്ന ആർക്കിടെക്റ്റിനെ കൊണ്ട് 1968 ഓറോവില്ല് സ്ഥാപിക്കുന്നത്. ശരിക്കും സമാധാനത്തോടെ ജീവിക്കാൻ ലോകം മുഴുവൻ മാറ്റണ്ട, നമ്മൾ ഇരിക്കുന്ന ഇടം മാത്രം മാറ്റിയാൽ മതി എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ക്യാഷ് എന്ന കൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇത് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഞങ്ങൾക്ക്. ക്യാഷ് ഇല്ലാതെ എങ്ങനെ ഒരു ടൗൺഷിപ്പിന് വർക്ക് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവർ നമ്മോട് പറയുന്നത്, മനുഷ്യൻ സമൂഹത്തിലൊരു ഫിക്ഷണൽ റിയാലിറ്റി ക്രിയേറ്റ് ചെയ്ത് അതിനുള്ളിലാണ് ജീവിക്കുന്നത്. ആ ഫിക്ഷണൽ റിയാലിറ്റിയുടെ ഭാഗമാണ് രാജ്യം, മതം, പൊളിറ്റിക്സ്, ആരാധനാലയങ്ങൾ, ക്യാഷ്, അങ്ങനെയല്ല. അപ്പോൾ ഇതിനതീതമായൊരു ജീവിതമാണ് ഓറോവില്ല് നമുക്ക് മുന്നിലോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ക്യാഷ് ഇല്ലാത്തത്. ഓറോ കാർഡ് എന്നൊരു കാർഡ് മുഖേനയാണ് ഇവിടുത്തെ ട്രാൻസാക്ഷനുകളെല്ലാം നടക്കുന്നത്. ഇവിടെ എവിടെ നോക്കിയാലും നമുക്കൊരു ഇൻ്റർനാഷണൽ ക്വാളിറ്റി കാണാം. ആ രീതിയിലുള്ള ഒരു ലോക നിലവാരമാണ് ഇവരിവിടെ ഒരുക്കിയത്. ഏകദേശം 50 രാജ്യങ്ങളിൽ നിന്നായി 3100 മുകളിൽ റെസിഡൻസ് ഇവിടെ താമസിക്കുന്നു. ഒരുപാട് വിഷയങ്ങളിൽ ഗവേഷണങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് ഓറോവില്ലിൻ്റെ ഇൻഫർമേഷൻ സെൻറ്റർ. ഓറോവില്ലിൻ്റെ ചരിത്രവും മൂല്യങ്ങളെയും കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് കയറുമ്പോൾ ഏതൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെയും ഇൻഫർമേഷൻ സെൻറ്റർ എന്നുള്ളൊരു ധാരണയായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ശരിക്കും തിരിച്ചറിവ് ലഭിക്കുന്ന ഒരിടമായിട്ടാണ് ഞങ്ങൾക്കിത് ഫീൽ ചെയ്തത്. ഇവിടുത്തെ ഓരോ വരികളും ഹ്യൂമൻ യുണൈറ്റി എന്നൊരു ആശയത്തിൽ തന്നെയാണ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത്. ശരിക്കും ഈ വേർതിരിവുകളില്ലാതെ ചിന്തിക്കാൻ പ്രചോദിപ്പിക്കുകയാണ് ഇവിടുത്തെ ഓരോ വരികളും. ഓറോവില്ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് മാതൃ മന്ദിർ. നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുന്ന ആ ഗോൾഡൻ ഗ്ലോബ്. അങ്ങോട്ട് പോകാനുള്ള പാസ് ഇവിടെ നിന്നാണ് ലഭിക്കുക.
ഓറോവിലിൻ്റെ ഹൃദയഭാഗത്താണ് ഈ മാതൃമന്ദിർ സ്ഥിതി ചെയ്യുന്നത്. ഈ പച്ചപ്പിനിടയിലൂടെ കുറച്ചു നേരം നടന്നാൽ മാത്രമാണ് നമുക്ക് മാതൃമന്ദിറിലോട്ടേക്ക് എത്തിച്ചേരാനാവുക. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതേപോലെ ഓല മേഞ്ഞ ചെറിയ പുരകൾ കാണാം. നമുക്ക് ഇരിക്കാനും വിശ്രമിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണത്. ഇതെല്ലാം കൂടിയാണ് ഓറോവിൽ ഒരു പ്രത്യേക ആംബിയൻസ് നമുക്ക് നൽകുന്നത്. മാതൃ മന്ദിറിനടുത്ത് ഇവിടം വരെയാണ് നമുക്കിപ്പോൾ പോകാൻ സാധിക്കുക. കാരണം അതിന് ചുറ്റും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓറോവിൽ എന്ന ടൗൺഷിപ്പിന്റെ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മാതൃ മന്ദിറിനുള്ളിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ 3 ദിവസം മുമ്പെങ്കിലും ബുക്ക് ചെയ്ത് പാസ് എടുക്കണം. എങ്കിൽ മാത്രമാണ് അതിൻ്റെ ഇന്നർ ചേംബറിനുള്ളിൽ നമുക്ക് പ്രവേശിക്കാനാകൂ. ഈ മാതൃ മന്ദിർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മെഡിറ്റേഷൻ ചേംബറാണ്. ആളുകൾക്കൊന്ന് മെഡിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെന്ന് വെച്ചാൽ ഈ മാതൃ മന്ദിറിൻ്റെ സെൻറ്ററിൽ ഒരു ക്രിസ്റ്റൽ ഗ്ലോബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം ഇതിലോട്ട് പതിക്കുമ്പോൾ ഈ ഗ്ലോബ് ഇതിനെ 360 ഡിഗ്രിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ഈ റിഫ്ലക്റ്റ് ചെയ്യപ്പെട്ട ലൈറ്റ് ഈ ഇന്നർ ചേംബറിനുള്ളിൽ ഒരു എനർജി സ്പേസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ വരുന്നത്. ഓറോവില്ലിൻ്റെ പരിസരമാണ് ഓരോ സന്ദർശകനെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ശാന്തമായ അന്തരീക്ഷവും പൂന്തോട്ടങ്ങളും കിളികളുടെ ശബ്ദവും എല്ലാം കൂടി ചേർന്ന ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ ലഭിക്കുക. നഗരജീവിതത്തിൽ മനുഷ്യൻ പ്രകൃതിയായി എത്രത്തോളം അകന്നാണ് നിൽക്കുന്നതെന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാവും. ഓറോവിൽ സന്ദർശനം എങ്ങനെ ഏറ്റവും പ്രയോജനകരമായി നടത്താമെന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കുറഞ്ഞതൊരു 5 ദിവസമെങ്കിലും ഇവിടെ വന്ന് താമസിച്ച് ഇവിടുത്തെ എല്ലാ പരിപാടികളിലും പങ്കെടുത്താൽ പുതിയൊരു മാനസിക പരിവർത്തനത്തിലൂടെ ഇവിടുന്ന് തിരികെ പോകാമെന്നായിരുന്നു അവരുടെ മറുപടി. ഓറോവിൽ ശരിക്കും പറഞ്ഞാൽ പോണ്ടിച്ചേരി വരുമ്പോൾ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം എന്നതിലുപരി ജീവിതത്തിൽ ഒരു ബ്രേക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം എന്ന രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഓറോവിലിൻ്റെ കൗതുകമുണ്ടെത്തുന്ന കാഴ്ചകളും കണ്ട് ഞങ്ങൾ അങ്ങനെ നടന്നു.